പ്രതികളെ പോലീസ് പിടികൂടുകയാണുണ്ടായത്. മറ്റൊരാൾ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങി. KSEB ജീവനക്കാരൻ മുഹമ്മദ് റാഫി, സജാദ് സലീം, നിഖിൽ, ജോയൽ തോമസ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിൽ ജോയലാണ് ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത്. മറ്റു പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പ്രതികളിൽ നിഖിലിന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് കൂടുതൽ പേരും പെൺകുട്ടിയുമായി അടുപ്പത്തിലായത്. ആദ്യം പരിചയപ്പെട്ട ചിറ്റാർ സ്വദേശിയായ യുവാവ് പെൺകുട്ടിയുമായി പ്രണയത്തിലായി. തുടർന്ന് ഇരുവരും നഗ്ന ദൃശ്യങ്ങൾ പരസ്പരം കൈമാറി. യുവാവിന് കിട്ടിയ ദൃശ്യങ്ങൾ അയാൾ സുഹൃത്തുക്കൾക്ക് അയച്ചു. ദൃശ്യങ്ങൾ കണ്ട മറ്റുള്ളവരും പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ചിലർ വീഡിയോ ചാറ്റിലൂടെയാണ് പെൺകുട്ടിയുമായി ബന്ധം തുടർന്നത്. മറ്റു ചിലർ പെൺകുട്ടി ഒറ്റയ്ക്ക് കഴിയവേ വീട്ടിലെത്തി ശാരീരികമായി ഉപദ്രവിച്ചതായാണ് പരാതി. സ്കൂളിൽ പോകാൻ മടി കാണിച്ച പെൺകുട്ടിയെ CWC കൗൺസിലിംഗിന് വിധേയമാക്കുകയായിരുന്നു. 4 നാൾ നീണ്ട കൗൺസിലിംഗിനൊടുവിലാണ് പെൺകുട്ടി പേരുകൾ വെളിപ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.